വാർത്തയുടെ വിവരങ്ങളുമായി ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. ഐസൻ, ഈ സുപ്രീം കോടതി വിധി തള്ളിക്കളയുന്നു. തൊട്ടുപുറകെ 150 ദിവസത്തേക്ക് അധിക തീരുവ പകരച്ചുങ്കം 10% പകരച്ചുങ്കം ഏർപ്പെടുത്താൻ കൂടി ട്രംപ് തീരുമാനിക്കുകയാണ്. എന്താണ് ട്രംപിന്റെ നീക്കം? നീലിമ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയേണ്ടത്, ഇപ്പോൾ പുറത്തു വന്നൊരു വാർത്ത എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടത്, ഭാരതത്തിന് ചുമത്തിയ താരിഫ് 10% ചുരുക്കിക്കൊണ്ടുള്ള ഒരു നിലപാടും വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നിലവിൽ നമുക്ക് നിലവിൽ ഭാരതത്തിന് ചുമത്തിയിരിക്കുന്ന ഇക്കഴിഞ്ഞ ദിവസം നടന്ന വ്യാപാര ധാരണയുമായി ബന്ധപ്പെട്ട് നടന്ന ഭാരതത്തിന് ചുമത്തിയിരിക്കുന്ന താരിഫ് 18% ഇത് 10% മറ്റു രാജ്യങ്ങൾക്ക് നിലവിലുള്ള ആ പൊതു നികുതി പോലെ തന്നെ 10% ഭാരതത്തിൻ്റെ നികുതിയും ചുരുക്കി എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം, നേരത്തെ നീലിമ ചോദിച്ച വിഷയം തന്നെയാണ്. സുപ്രീം കോടതിയെ ശക്തമായി വിമർശിച്ചതിന് ശേഷമാണ് എല്ലാ രാജ്യങ്ങൾക്കും, നമുക്കറിയാവുന്നതാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾക്ക്, കുറച്ച് രാജ്യങ്ങൾക്ക് ലിബറേഷൻ ഡേ എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസം, അത്തരത്തിലുള്ളൊരു മോചനത്തിൻ്റെ ദിനമെന്നൊക്കെ പ്രഖ്യാപിച്ച അന്ന് വലിയ തോതിലുള്ള താരിഫ് കുറേ രാജ്യങ്ങൾക്ക് ചുമത്തുകയായിരുന്നു. ആ ചുമത്തിയ രാജ്യങ്ങൾക്ക് ആ താരിഫ് ചുമത്തിയതിനെയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. സ്വാഭാവികമായും ഈ സുപ്രീം കോടതിയുടെ നടപടിക്ക് പിന്നാലെ മറ്റു രീതിയിൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്നത് 1977 അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമപ്രകാരമാണെങ്കിൽ ഇന്ന് 74 മറ്റൊരു നിയമപ്രകാരം 150 ദിവസത്തേക്ക് ഇത്തരത്തിലുള്ളൊരു താരിഫ് ചുമത്താനുള്ള ഒരു ട്രംപിൻ്റെ അധികാരത്തെയാണ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമപ്രകാരം ട്രംപിന് ഇത്തരം താരിഫ് പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള താരിഫ് പ്രഖ്യാപിക്കുന്നതിന് ആ നിയമത്തിലോ തന്നെ വ്യവസ്ഥയില്ല എന്നൊരു കണ്ടെത്തലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് അതിനെ മറികടക്കുന്നതിന് വേണ്ടി 10% താരിഫ് എല്ലാ രാജ്യങ്ങൾക്കും ചുമത്തിക്കൊണ്ടുള്ളൊരു തീരുമാനമുണ്ടായത്. സ്വാഭാവികമായും ഭാരതത്തിനും ആ താരിഫ് ബാധകമായി എന്നതാണ് വൈറ്റ് ഹൗസിൻ്റെ ഒരു വക്താവ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതത്തിന് താരിഫ് ചുമത്തിയത് ചുരുക്കിയ ഒരു വിവരം പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഈ ട്രംപിൻ്റെ നിലപാട്, അതായത് സുപ്രീം കോടതിയെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു നിലപാട്, ആ 9 അംഗ ബെഞ്ചിൽ 6 പേരും 6 ജഡ്ജിമാരും ഈ താരിഫിനെ എതിർക്കുന്നൊരു നിലപാടായിരുന്നു എടുത്തത്. താരിഫ് നിയമവിരുദ്ധമെന്നും അധികാരപരിധിയിലേക്ക് കടന്നുള്ള നീക്കമെന്നും കൃത്യമായി പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഈ പരാമർശമെല്ലാം തന്നെ ട്രംപിനെ ഗംഭീരമായി ചൊടിപ്പിക്കുകയും അദ്ദേഹം വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു. രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്, അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങൾ ലജ്ജാവഹമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത്, രാജ്യത്തിൻ്റെ നാശം കാണാനിരിക്കുന്നവർ, അതായത് അമേരിക്കയെ കീറിപ്പറിക്കാനിരിക്കുന്നവർ മറ്റൊരു ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ്, അത് അധികകാലം തുടരാനാവില്ല എന്നൊരു നിലപാടും ട്രംപ് തൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും സുപ്രീം കോടതിയുടെ ഒരു നിലപാടിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു നീക്കമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കല്ലേ അമേരിക്ക അങ്ങനെയാണെങ്കിൽ പോകുന്നത്? അതായത് സുപ്രീം കോടതിയെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്, രാജ്യത്തോട് കൂറില്ലാത്തവരാണ് ജുഡീഷ്യറിയെ നയിക്കുന്നത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ട്രംപിൽ നിന്നുണ്ടാകുമ്പോൾ അവിടെ ഈ ജുഡീഷ്യറിയും ഭരണ സംവിധാനവും തമ്മിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്ന ലക്ഷണങ്ങളല്ലേ ഇതൊക്കെ കാണിക്കുന്നത്? തീർച്ചയായും ഈ സുപ്രീം കോടതിയെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു നിലപാട് ട്രംപ് സ്വീകരിക്കുമ്പോൾ അത് ഒരു സംഘർഷത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, സുപ്രീം കോടതിയുടെ ഇത്തരം ഒരു തീരുമാനത്തെ അതിരൂക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശത്തിൻ്റെ പരിധിയിൽ നിന്ന് വിമർശിക്കുന്നു എന്ന ഒരു വിശദീകരണമൊക്കെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുമെങ്കിൽ കൂടി, നേരത്തെ പറഞ്ഞ ഈ ഒരു ആശയം, ഈ ഒരു പ്രശ്നം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിരീക്ഷണ വിഷയമായി വരാൻ സാധ്യതയുണ്ട്. നീലിമ സൂചിപ്പിച്ചതുപോലെ ഈ കോടതിയെ എല്ലാം തന്നെ കോടതിയിലെ ജഡ്ജിമാർക്ക് രാജ്യത്തോട് കൂറില്ല എന്ന് പറയുന്ന അവരുടെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യാഖ്യാനം അതിനുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് അത് നീങ്ങുകയും ഒരുപക്ഷെ വലിയ തർക്കത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഏത് രീതിയിലായിരിക്കും സംഭവിക്കുക എന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്തരം ആശങ്കകളാണ് പ്രധാനമായും നിലനിൽക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും സുപ്രീം കോടതിയുടെ തീരുമാനത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയും സുപ്രീം കോടതിയുടെ തീരുമാനത്തെ മറികടക്കാൻ 150 ദിവസത്തേക്ക് 10% അധിക താരിഫ് ചുമത്തുകയും ചെയ്തു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായി ഭവിച്ചത് സ്വാഭാവികമായും 18% താരിഫ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നിന്ന് 10% അത് ചുരുങ്ങിയെന്ന ഒരു ഭാരതത്തിന് നേട്ടമുണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും മറ്റു ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വെല്ലുവിളിയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര ഇടപാടിൽ അതൊരു വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് ദേശീയവും അന്തർദേശീയവും അതുപോലെ തന്നെ ആഭ്യന്തരവുമായി ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുമെന്നത് ഒരു വസ്തുത തന്നെയാണ്. അതാണ് കുറെ കൂടി രൂക്ഷമായൊരു പ്രതികരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാഹചര്യമെന്നതും വസ്തുതയാണ്. നീലിമ, ഈ താരിഫ് യുദ്ധത്തിനിടയിലും ഭാരതത്തിന് ചുമത്തിയ താരിഫ് 10% ചുരുക്കിയിരിക്കുകയാണ് ട്രംപ്. നേരത്തെ 18% താരിഫ് ഉണ്ടായിരുന്നത്. ഐസൻ, ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ പ്രസക്തി എന്താണ് എന്നതുകൂടി വ്യക്തമാകുന്ന ഒരു തീരുമാനമല്ലേ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്?
തീർച്ചയായും ഭാരതത്തിന്റെ പ്രസക്തി എത്ര കണ്ട് നിർണായകമാണ് എന്ന് ട്രംപിന്റെ തീരുമാനം ഇതിനു മുൻപ് തന്നെ, അതായത് ഭാരതവുമായുള്ള വാണിജ്യ കരാറിന്റെ വിഷയങ്ങൾ, ആ സ്വതന്ത്ര വാണിജ്യ കരാറിന്റെ വിഷയങ്ങൾ, ആ വാണിജ്യ കരാറിന് മുന്നോടിയായി ഒരു വ്യാപാര ധാരണയുണ്ടാകുന്നു. 50% അധിക താരിഫാണ് ചുമത്തിയിരുന്നതെങ്കിൽ അത് 18% ചുരുക്കിക്കൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിലാണ് ഒരു തീരുമാനമുണ്ടാകുന്നത്. അതിനെ ആ വ്യാപാര കരാറിന് അംഗീകാരം നൽകുന്നു. വീണ്ടും പ്രതീക്ഷയോടെ തന്നെ ഭാരതത്തെ തങ്ങൾ കാണുന്നുവെന്ന് ഇന്നലെയും അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വിവിധങ്ങളായ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിശക്തമായി വളരുന്ന, അതിവേഗതയിൽ വളരുന്ന ഏറ്റവും വലിയൊരു സമ്പദ് വ്യവസ്ഥയും ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രവും ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യവുമായുള്ള ബന്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വാണിജ്യ രംഗത്തും മറ്റു സഹകരണ രംഗത്തും ഭീകരവിരുദ്ധ പോരാട്ടത്തിൻ്റെ രംഗത്തും അതുപോലെ ഏതെങ്കിലും ആഭ്യന്തര സുരക്ഷയുടെ ഭാഗമാകട്ടെ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര സുരക്ഷയുടെ വിഷയമാകട്ടെ, അതുപോലെ സാമ്പത്തിക സുരക്ഷയുടെ വിഷയമായാലും എല്ലാ വിഷയങ്ങളിലും ഭാരതത്തിൻ്റെ സാന്നിധ്യവും ഭാരതത്തിൻ്റെ നിലപാടുകളും ഒഴിവാക്കാനാവാത്തതെന്ന തിരിച്ചറിവ് ട്രംപിനെ എന്നല്ല നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപിൻ്റെ എല്ലാ നീക്കങ്ങളും എന്നത് ഒരു നിരീക്ഷിക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ്. തീർച്ചയായും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അതായത് 18% അധിക താരിഫ് ചുമത്തി അവസാന ഘട്ടത്തിലുണ്ടായ കരാറിൽ നിന്നും അതിനെയും മറികടന്ന് 10%-ലേക്ക് ആക്കാൻ ഒരു തയ്യാറെടുപ്പ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഭാരതത്തിന് അനുകൂലമായി ഉണ്ടായിരിക്കുന്നു എന്നത് ഭാരതത്തിൻ്റെ ഒരു പ്രാധാന്യം തന്നെയാണ് ഉയർത്തി കാണിക്കുന്നത്. മറ്റ് ലോകരാജ്യങ്ങളുമായി കൊമ്പ് കോർക്കുമ്പോഴും ഭാരതത്തിനെതിരെ അത്തരത്തിലുള്ളൊരു നീക്കത്തിന് അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുന്നില്ല എന്നത് ഭാരതത്തിന്റെ ആഗോള പ്രസക്തിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്.